ആളുകളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ മകൻ തീയാണോ, ഓനോട് നിങ്ങൾ കളിക്കണ്ടടോ. എന്റെ മകൻ തീയാണ്, എന്റെ മകൻ തീയാണ്, അവനോട് നിങ്ങൾ കളിക്കണ്ട, കരിഞ്ഞു പോകും, കത്തിപ്പോകും എന്ന് സ്വന്തം മകനെ പറ്റി എപ്പോഴും പറയാറുള്ള മഹാനായ താജുൽ ഉലമയുടെ ദർബാറിലേക്ക് ആ മകൻ കയറി വരികയാണ്. അന്നേരത്ത് ദർസെടുത്തുകൊണ്ടിരിക്കുകയാണ് താജുൽ ഉലമ. ആ താജുൽ വിശ്വാസമില്ലാത്ത ഭയമില്ലാത്ത പേടിയില്ലാത്ത ഇബ്ലീസിന്റെ ഒരു കൽബും ശരിയാണ് നീ തരണ്ടാറന്മാരെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരിയാണ് നീ സയ്യിദ് ഫദൽ കോയമത്തങ്ങൾ എന്നുള്ള ഖുറാത്തങ്ങൾക്ക് ഇന്നലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അവസാനം ആ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്കും പള്ളിയിലേക്കുമായിട്ട് എത്തിയത്. എനിക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് അറിയുന്ന ആളുകൾ പറയുന്നത്. സത്യത്തിൽ ഈ ഒരു മരണപ്പെട്ട ഈ ഒരു തങ്ങളെ മരണപ്പെടുന്ന വാർത്ത അറിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഖുറാത്തങ്ങൾ വലിയൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുന്ന ഒരു വലിയ ഒരു മഹത്വമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരാവേശം. എനിക്ക് വലിയ സങ്കടം തോന്നിയത് അത്തരമൊരു മഹാപണ്ഡിതനെ, അത്തരമൊരു ആത്മജ്ഞാനിയായ ഒരു ഗുരുനാഥനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണാനോ അറിയാനോ കേൾക്കാനോ അവിടെ ചെല്ലാനോ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വേദന. ആയിരക്കണക്കിന് ആളുകളാണ് തക്ബീർ വിളിച്ചും തഹ്ലീൽ ചൊല്ലിയിട്ടും അദ്ദേഹത്തിനെ വരവേൽക്കുന്നത്. ഇതാണ് ഒരു ഉഖ്റവിയായ പണ്ഡിതന് ദുനിയാവിൽ കിട്ടുന്ന ഒരു സ്വീകരണം. സാധാരണ മനുഷ്യർ പോലും ഈ ഒരു ഗുരുനാഥനോട്, ഈ ഒരു ഖുറാത്തങ്ങളോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു എന്നുള്ളത് ഒരു ഹിന്ദു സഹോദരന്റെ ഒരു വോയിസ് ഞാൻ കേട്ടു. ആ ഒരു സഹോദരൻ പറയുന്ന വാക്കുകളിലുണ്ട് അദ്ദേഹം മറ്റു മതക്കാരോടും മറ്റാളുകളോടും എത്രമാത്രം സ്നേഹത്തോടെയും സഹവാർത്തോടെയും കഴിഞ്ഞിരുന്നത് എന്നുള്ളത്. കാരണം അവർക്കൊക്കെ ഒരു ഉപകാരങ്ങൾ, അവരുടെ മനസ്സിന് ആത്മശാന്തി ലഭിക്കാൻ ഈ ഉസ്താദ് കാരണമായിട്ടുണ്ടാവൂലേ. ഒരു എറണാകുളത്തുള്ള ഒരു ആസ്മാരോഗ്യ പറഞ്ഞ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തങ്ങളുടെ അടുത്ത് ചെല്ലുന്നു, തങ്ങൾ എന്തോ ദുആ ചെയ്യുന്നു, എന്തോ പ്രാർത്ഥിക്കാൻ പറയുന്നു. പിന്നീട് ആ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ 100 അനുഭവങ്ങളുള്ള ഒരു തങ്ങളാണ് നമ്മളോട് വിട പറഞ്ഞ ഖുറാത്തങ്ങൾ എന്ന സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് അതെന്തോ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇത്തരം ഒരു നല്ല മനുഷ്യരെ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ള സങ്കടമാണ്. അതോടൊപ്പം തന്നെ ഞാൻ സുപ്രഭാതം പത്രം നോക്കി. എൻ്റെ വീട്ടിൽ വരുന്ന ഒരു പത്രമാണ് സുപ്രഭാതം. ആ സുപ്രഭാതത്തിൽ ഇത്രയും വലിയൊരു പണ്ഡിതന്റെ മരണം കൊടുത്ത് വെറും ഒരു ചരമ പേജിലാണ്. ഒരു സങ്കടം ആലോചിച്ച് നോക്കൂ. ഇത്രയും വളരെ വലിയൊരു പണ്ഡിതൻ, ഉഖ്റവിയായ ഒരു പണ്ഡിതൻ, ഒരു സമസ്തയുടെ ഒരു മുഷാവറ അംഗമായിരുന്ന, എന്തിന് ഈ 2 സമസ്തയും ഒന്നായിരിക്കുന്ന കാലത്ത് ആ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഉള്ളാൾ തങ്ങളുടെ പ്രിയപ്പെട്ട മോനല്ലേ. ആ ഒരു മകൻ, അദ്ദേഹം ഇൻഡിവിജ്വൽ ആയിട്ട് വളരെ വലിയ പണ്ഡിതനും ദുആ കിതാബത്ത് ലഭിക്കുന്ന മഹത്വമുള്ള ഒരു ഔലിയാക്കളുടെ ഒക്കെ ഒരു സ്ഥാനത്തുള്ള, ഒരു സൂഫിയുടെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യനല്ലേ. ആ ഒരു മഹാപണ്ഡിതന്റെ മരണം പോലും സുപ്രഭാതം എന്ന് പറയുന്ന പത്രത്തിന് വെറും ഒരു ചരമക്കോളത്തിലെ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലത്തെ ഒരു വാർത്ത. കോളം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള വാർത്ത ഉണ്ട്. ഒന്ന് ഓർഡിനറി മരണങ്ങൾ, അതിങ്ങനെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ അടിയിലൊരു ലൈൻ ഇട്ടിട്ട് പ്രധാന ചില മരണങ്ങൾ, വല്ല മുങ്ങി മരണം അല്ലെങ്കിൽ കടലിൽ മുങ്ങിയിട്ട് മരിച്ച ഒരാളെ കണ്ടെത്തി, ഇങ്ങനെ ഇതിലെ പ്രധാന മരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിലൊരു പക്ഷേ കൊലപാതകങ്ങളിലൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒരു പ്രധാന മരണങ്ങളാണ്. അത്ര പോലും പ്രാധാന്യം ഈ പത്രം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ സങ്കടപ്പെടുത്തിയത്. മാതൃഭൂമി പത്രവും എൻ്റെ വീട്ടിൽ വരുന്ന ഒരു പത്രമാണ്. 2 പത്രങ്ങളാണ് വീട്ടിൽ വരും. ഒന്ന് സുപ്രഭാതവും ഒന്ന് മാതൃഭൂമി പത്രവും. ആ മാതൃഭൂമി പത്രത്തിൽ പോലും ജനറലായിട്ട് കാസർഗോഡുള്ള ഈ ഒരു ഉസ്താദ് മരണപ്പെട്ട ഒരു വാർത്ത മലപ്പുറത്തുള്ള ഞങ്ങളൊക്കെ കാണട്ടെ എന്ന് കരുതിയിട്ട് തന്നെയല്ലേ മലപ്പുറം എഡിഷനിലെ ജനറൽ പേജിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോയി നിസ്കരിച്ചത്, അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ വിശദമായ വാർത്ത. അപ്പൊ ഒരു മാതൃഭൂമി പത്രം എന്നൊരു പത്രം കൊടുക്കുന്ന ഒരു സ്പേസ് പോലും ഈ ഒരു സമുദായത്തിന്റെ ആളുകൾ എന്നുള്ളൊരു സുപ്രഭാതം പത്രം കൊടുത്തില്ല എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് പേജിലൊന്നും വന്നില്ലെങ്കിലും
നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതുന്നത്. ഞാൻ രണ്ടു കൂട്ടരോടും കാണുന്ന സ്നേഹം അങ്ങനെയാണ്. ഇത് മറ്റൊരാളായതുകൊണ്ട് ഞങ്ങൾ മിണ്ടൂല, ഇത് ഇങ്ങരുടെ ആളായതുകൊണ്ട് ഞങ്ങൾ മിണ്ടൂല, അങ്ങനെയല്ല. എന്നെ എൻ്റെ സൂഫി ഗുരു പഠിപ്പിച്ച സ്നേഹവും കരുണയും മതവും ഒന്നും ഇങ്ങനെയല്ല. ഞാൻ കരുതി ഇത്രയും വളരെ വലിയൊരു ഒരു സംഘടനാ നേതാവ് എന്നതിലുപരി ഉള്ളാൾ തങ്ങൾ പറയുന്നത് ഇന്നോട് കളിക്കണ പോലെ നിങ്ങൾ എൻ്റെ മോനോട് കളിക്കരുത് എന്ന് പലപ്പോഴും പറയാറുണ്ട് അത്രേ. കാരണം ആ ഒരു നാവിന് അത്രയും അള്ളാഹു കൊടുക്കുന്നതാണ്. അതിപ്പോ തങ്ങളുടെ പ്രത്യേകതയൊന്നുമല്ല, തങ്ങൾക്ക് ഉണ്ടാക്കുന്നതുമല്ല. അള്ളാഹു ചില ആളുകൾക്ക് ചിലത് കൊടുക്കും. അത് അള്ളാഹുവിലൂടെ ആ മനുഷ്യനിലൂടെ നമ്മളത് കാണും. അപ്പൊ അത്രയും വളരെ വലിയൊരു മഹത്വമുള്ള പണ്ഡിതൻ എന്നുള്ളത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ആളുകൾ ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിന്റെ ദുആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ്. അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ആവശ്യങ്ങൾക്ക് ചെന്ന് ഇടപാടുകൾ നടത്തിയ ആളുകൾ എന്തോരം മഹാഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആളുകൾ. അപ്പൊ ഇത്രയും വളരെ വലിയൊരു മഹാപണ്ഡിതനെ ഈ രീതിയിലാണ് നമ്മളുടെ ആളുകൾ പോലും ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ കാസർഗോഡുകാരുടെ ജീവവായു ആയിരുന്നു ഈ മഹാപണ്ഡിതൻ. കാസർഗോഡുകാരുടെ ആത്മീയ തേജസ്സാണ്. കാസർഗോഡുകാരുടെ മാത്രമല്ല, കന്നടക്കാരുടെയും ഒരുപാട് തവണ മൈത്തമസ്കാരം നടന്നിരുന്നു. ഒരുപാട് ആളുകളാണ് ഈ ഒരു ആയിരക്കണക്കിന് ആളുകളാണ് ജനാസ നമസ്കരിക്കാൻ വേണ്ടി എത്തിയത്. കാരണം ഇതാണ് ഉഖ്റവിയായ പണ്ഡിതന് അള്ളാഹു കൊടുക്കുന്ന, ദുനിയാവിന് കൊടുക്കുന്ന ഒരു സ്വീകരണം. അവർ പോകുന്നത് സ്വർഗത്തിലേക്കല്ലേ, അവർ പോകുന്നത് നന്മയുടെ കവാടത്തിലേക്കല്ലേ. അപ്പൊ അവരെ യാത്ര അയക്കുമ്പോൾ രാജകീയമായിട്ട് യാത്ര അയക്കണം. മരണപ്പെടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഖബറിന്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതിന്റെ ശിക്ഷകളെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. അവസാനത്തെ പ്രസംഗം, ആ പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് അവസാന ശ്വാസം വരെയും ഇസ്ലാമിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. അവസാന ശ്വാസവും അതിനുവേണ്ടി പോരാടി. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് എത്തിയത്, അതിന്റെ സ്ഥാപന മേധാവിയായിട്ട് മാറിയത്, ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചത്. എൻ്റെ പേഴ്സണലി സങ്കടമാണ്. നമുക്കിപ്പോൾ കാന്തപുരം ഉസ്താദിനെ അറിയാം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയാം, നമ്മളങ്ങനെ കൊട്ടുമല ഉസ്താദിനെ കുറിച്ച് അറിയാം. ഇതേപോലെ നമ്മൾ ഇവരെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പേഴ്സണലായിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ അറിയാത്ത ഒരുപാട് മഹാന്മാരുണ്ടായിരിക്കും കേരളത്തിൽ തന്നെ. അവരൊന്നും പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകളല്ലാത്തത് കൊണ്ട് അവർക്ക് ഫേസ്ബുക്ക് പേജോ അവർക്ക് വേണ്ടിയിട്ട് PR ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ജാഹിലീങ്ങൾ ഇത് അറിയുന്നില്ല. ആരോ ഇന്നലെ പറഞ്ഞു സമസ്തയുമായിട്ടും സംഘടനയായിട്ടൊക്കെ ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇവരെ കുറിച്ച് അറിയാതെ പോയത്. വളരെ സത്യസന്ധമാണ്. നമ്മളൊരു സമസ്തയുടെ സംഘടനക്കാരനല്ല. അതിനുവേണ്ടി ജയ് വിളിക്കാനോ പോസ്റ്റർ ഒട്ടിക്കാനോ അത്തരം പ്രസിദ്ധീകരണങ്ങളോ മാസികളൊന്നും നമ്മൾ വായിക്കരുത്. ഇത്രയും മഹാന്മാരെ കാണാനും അറിയാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ അറിയാതെ പോകുന്ന കുറെ ആളുകൾ മഹാന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അറിയാനും പഠിക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിനും മറ്റു ചടങ്ങുകൾക്കൊക്കെ പങ്കെടുത്ത ആ ഭാഗ്യം ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും മഹാന്മാരെ കാണാനും അവരെ ഉൾക്കൊള്ളാനും അവരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
വൈകുന്നേരം 5 മണിക്ക് കൂറത്ത് വെച്ച് നടക്കും. എല്ലാവരും ആ പരിപാടിയിലും ആ മയ്യിത്ത് നിസ്കാരത്തിലും ശേഷമുള്ള കർമ്മങ്ങളിലും പങ്കെടുക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. 6 കാൽ തേരിലേറി ഓടരുമൊത്തെഴുന്നള്ളേണം, ആരവമായി കലിമത്തിൻ മാധുര്യങ്ങ് മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. 6 കാൽ തേരിലേറി ഓടരുമൊത്തെഴുന്നള്ളേണം, ആരവമായി കലിമത്തിൻ മാധുര്യങ്ങ് മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ വൈകുന്നേരം 5 മണിക്ക് കൂറത്ത് വെച്ച് നടക്കും. എല്ലാവരും ആ പരിപാടിയിലും ആ മയ്യിത്ത് നിസ്കാരത്തിലും ശേഷമുള്ള കർമ്മങ്ങളിലും പങ്കെടുക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു. ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من
الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن
ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ بحمد ربك മുച്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. കാൽ നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. ഞങ്ങൾ
ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح اخترت الرجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح